38 വർഷമായിട്ട് സൗഖ്യമായെങ്കിൽ ഇവൻ എവിടെയെങ്കിലും പോയി സെറ്റാകണ്ടേ? ഇവൻ ഈ ദേവാലയത്തിൽ കൂടി ഇങ്ങനെ നടക്കുക. അപ്പൊ അടുത്ത വാക്ക് കേട്ടോണേ, യേശു അവനെ കണ്ടെത്തിയിട്ട്. എടാ, നിനക്കൊരു സൗഖ്യം കിട്ടി, ഇനി നീയല്ലേ യേശുവിനെ കണ്ടെത്തേണ്ടത്. യേശു നിന്നെ കണ്ടെത്തി വിടുവിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇനി ഒന്നുകൂടെ നിന്നെ തപ്പി വരേണ്ട പരിപാടി ചെയ്യരുത്. എല്ലാ ആളുകളെ എല്ലാ ആഴ്ചയും കർത്താവ് തപ്പുക. ഇവനെ കണ്ടേച്ച് യേശു ഒരു കാര്യം പറഞ്ഞു, അധികം തിന്മയായത് 38 വർഷമായിട്ട് കിടക്കുക, ഇനി ഇതിൽ കൂടുതൽ എന്തോ തിന്മയായിട്ട് വരാനുണ്ടോ എന്ന് ചോദിച്ചാൽ കർത്താവിന് മാത്രമേ അറിയാവൂ. അധികം തിന്മയായത് വരാതിരിക്കാൻ ഇനി പാപം ചെയ്യല്ലെന്ന്. ഇവൻ പറയുന്നത് എന്നെ എടുക്കാത്തവൻ്റെ കുഴപ്പമാണ്, എന്നെ ഇറക്കാത്തവൻ്റെ കുഴപ്പമാണ്, എനിക്ക് മുന്നേ ഇറങ്ങിയവൻ്റെ കുഴപ്പമാണ്, എന്നെ എഴുന്നേൽപ്പിച്ചവൻ്റെ കുഴപ്പമാണ്, ഞാൻ സാധുവാണെന്ന്. ആദാമും ഇതുപോലായിരുന്നു. നീ എൻ്റെ കൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നപ്പം നിനക്ക് സ്ത്രീയെ മാത്രമല്ലല്ലോ ബുദ്ധിയും തന്നില്ലായിരുന്നു. ചോദിക്കരുത് എന്ത് അവസാനമെന്ന്. നിന്റെ തീരുമാനങ്ങൾക്ക് നീ മാത്രമായിരിക്കും ഉത്തരവാദി. അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം, പ്രവർത്തിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ തീരുമാനങ്ങൾക്കും അതിൻ്റെ പരിണിത ഫലങ്ങൾക്കും നിങ്ങളാ ഉത്തരവാദി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, അതിന് നിങ്ങൾക്ക് ആരെയും കുറ്റം പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് വചനം വായിക്കാം. മത്തായി സുവിശേഷം മുതൽ യോഹന്നാന സുവിശേഷം വരെ ഒരു തവണ വായിക്കാവും. ആ സുവിശേഷം നിങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. നിങ്ങളുടെ അകത്ത് കയറുന്ന വചനം അവിടെ തന്നെ ഇരിക്കത്തില്ല. അതിങ്ങനെ കിളിർത്തു വരും 30, 60, 100 മെനിയായി.